ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാനിവിടെ അധികം വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാരറ്റോ ക്യാബേജോ അല്ലെങ്കിൽ ബീൻസോ ഒക്കെ ഉപയോഗിക്കാം. ഈ ഉപ്പുമാവിന് ഞാൻ സാധാരണ സവാള മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സവാള മാത്രം ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതൊരു 2 സവാള ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് നീളത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനം ആവശ്യമുണ്ട്. ഏതാ ഉപ്പുമാവെന്ന് പറയട്ടെ? വെർമിസെല്ലിയുടെ ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളത് ഉപയോഗിച്ചിട്ട് പായസമൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇവിടെ കുട്ടികൾ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്തത്. അവർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണം എന്ന് അല്ലേ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം കുറച്ച് ഇരുന്നതെടുത്ത് ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതിലേക്ക് കടുക് ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. തുറന്നാടോ. ഇനി ഉപ്പ്. ഇനി ഇതിനെ ഇളക്കാം. ഇതെന്നിട്ട് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഓക്കെ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെർമിസെല്ലി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് റോസ്റ്റഡ് വെർമിസെല്ലിയാണ്. ഇത് ഡബിൾ ഹോഴ്സിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഒരു 400 ഗ്രാമിൻ്റെ അതിൻ്റെ പകുതിയുണ്ട്. ഞാനൊരു 150 ഗ്രാമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റോസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ അല്ലാത്ത റോസ്റ്റ് ചെയ്യാത്തതും കിട്ടും. അതാണെങ്കിൽ ഇതിന് മുന്നേ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ. ഇപ്പോൾ റോസ്റ്റഡ് ആയത് കാരണം ഞാൻ ഡയറക്റ്റ് ഇടുകയാണ്. ഇട്ടിട്ട് ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതാരുടെ കയ്യാണെന്നറിയാം. എൻ്റെ മോള് ഇവിടെ നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി നോക്കുകയാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വെർമിസെല്ലി ഇട്ടല്ലോ, അതിനകത്ത് ഉപ്പ് പിടിക്കണം. അതിന് ഈ വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നേരത്തെ ഉള്ളിക്ക് ഉപ്പിട്ടിട്ടുണ്ട്, ഇതിനു വേണ്ടി മാത്രം ഇട്ടാൽ മതി.
ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കണം. തുറന്ന് നോക്കാം. ഈ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചായിട്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇത് പൊട്ടിയിരിക്കല്ലോ, അത് ചെറിയ വെള്ളത്തിന് നനവുള്ളതുകൊണ്ട് അത് പതുക്കെ പൊക്കോളും. തീ ഒന്ന് കുറച്ചിട്ടാൽ വെള്ളമെല്ലാം പറ്റി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ അല്ല കേട്ടോ കഴിക്കുന്നത്. ഇനി ലാസ്റ്റിലൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ തലേന്ന് നമ്മളിപ്പോൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അരിയിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് തേങ്ങ. നിങ്ങൾക്ക് കുറച്ച് മതിയും കുറച്ചിടുക, കൂടുതൽ മതി. ഞാൻ തേങ്ങ ഉപ്പുമാവിനൊക്കെ നന്നായിട്ട് ചേർക്കും. എന്നിട്ട് ഒന്ന് ഇടയ്ക്കിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും. തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്.